2004 സുനാമി ഉണ്ടായപ്പോൾ റൗളത്തുൽ ജന്നയ്ക്ക് വയസ്സ് 4. ഇന്തോനേഷ്യയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ മെലോബയിൽ നിന്നാണ് ജന്നയെ കാണാതാകുന്നത്. സുനാമി ആക്രമണത്തിൽ ജന്നയുടെ സഹോദരനെയും നഷ്ടപ്പെട്ടിരുന്നു. ദുരന്തത്തെ ജന്ന ഓർമ്മിക്കുന്നത് ഇങ്ങനെ: സുനാമി നടന്ന് 10 വർഷങ്ങൾക്ക് ശേഷമാണ് അപ്രതീക്ഷിതമായി റൗളത്തുൽ ജന്ന മാതാപിതാക്കളുടെ പക്കൽ തിരിച്ചെത്തിയത്. കഴിഞ്ഞ മാസം റൗളയുടെ മാതാവായ ജമൈലയുടെ സഹോദരൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി ജന്നയെ കാണുകയും സാമ്യം തോന്നുകയും ചെയ്തിരുന്നു. തുടർന്ന് മാതാപിതാക്കൾ നടത്തിയ അന്വേഷണത്തിൽ മെൽബയിൽ നിന്ന് 80 മൈൽ അകലെയുള്ള ഗ്രാമത്തിൽ മകളെ കണ്ടെത്തുകയായിരുന്നു. 10 വർഷമായി മറിയം എന്ന സ്ത്രീയുടെ സംരക്ഷണത്തിലായിരുന്നു റൗള. മകളെയും വളർത്തമ്മയായ മറിയത്തെയും പിരിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജന്നയുടെ മാതാവ് ജമൈല പറഞ്ഞു. സുനാമിയിൽ അകപ്പെട്ട ജന്നയെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.